ഹലോ. ഞാനിങ്ങനെ ഓരോ കടയും കയറി ഇറങ്ങുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്ന പോലെയാണ്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഇവരോട് ആട്ട കിട്ടുമോ, അതെങ്ങനെയാ, പിന്നെ എല്ലാ സാധനം പറയുമ്പോഴും നമ്മളത് ഹിന്ദിയിലേക്ക് മാറ്റി പറയണം. അപ്പം അതൊരു ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പം ഞാൻ കടുക് അന്വേഷിച്ചു, കടുക് ഇവിടെ ഇല്ല. അപ്പം അതിങ്ങനെ കടുക്, മസ്റ്റർഡ് ഓയിൽ, അതിൻ്റെ ചെറുത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു ത്രൂ ഔട്ട്. അവർ ആട്ട, അപ്പോൾ അവരും എനിക്ക് തോന്നുന്നു അവർ ഫുൾ ടൈം ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അവരുടെ ആരുടെയോ കടയാണ്. അവർ ജസ്റ്റ് വന്ന് അവരില്ലാതായപ്പോൾ നിന്നതാണ്. അപ്പോൾ അങ്ങനെ അവർ പോയി തപ്പിയെടുത്ത് വന്നു. അപ്പോൾ അവരങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്കും പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ പറയുമ്പോഴും. അപ്പോൾ അവർ നമ്മളോടും പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ്. ആക്ച്വലി ഇവിടെ നമുക്ക് തോന്നും ഈ മലയിൽ എങ്ങനെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഇത് നോക്കിയേ, ഭയങ്കര സിമ്പിളായിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. പല കൺസ്ട്രക്ഷൻസും ഭയങ്കര ഈസി ആയിട്ട്. ഈ ബിൽഡിങ്ങൊക്കെ ശരിക്കും ഇപ്പോൾ പണിത് കഴിഞ്ഞു. അങ്ങനെയാണ് ഓരോ കൺസ്ട്രക്ഷൻസും. ഓരോ വീടും ഓരോ തരമാണ്, ഓരോ വ്യത്യാസമാണ് എല്ലാവരും. മേലോട്ട് നോക്കുമ്പം ഇത്രയും കുന്നിൻ്റെ മേലെ എങ്ങനെയാണ് ഇത് ചെയ്തു വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇവിടെ നടക്കുന്നത്. ഓരോ തരം വ്യത്യസ്തമായ ഓരോ രീതിയിലാണ് അവർ ചെയ്യുന്നത്. ചിലർ കല്ലുകൊണ്ടാണ്, ചിലർ മരം കൊണ്ടാണ്. ഈ വീടൊക്കെ നോക്കി, ഇതിൽ പകുതിയും മരമാണ്. എനിക്ക് തോന്നുന്നു മരം കുറച്ചും കൂടെ ചൂട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു. പക്ഷേ ഇത് കോൺക്രീറ്റഡ് ആണ്. ഇവരിൽ പകുതിയും അവർ ഹോം സ്റ്റേസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പലരും ഹോം സ്റ്റേസ് ചെയ്യുന്നുണ്ട്, പലരും ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്, ചിലവർ ഫ്ലോർസായിട്ട് താമസിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ചെറിയ സ്പേസിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിനൊരു അത്ഭുതമാണ്. ഇവിടെ ഓരോ വണ്ടി കയറ്റിയിട്ടിരിക്കുന്ന കാണാനും വ്യത്യാസമാണ്.